ഓൺലൈൻ ഷോപ്പിംഗ് വേറൊരു റേഞ്ച് ആക്കാൻ മൈജി ഷോപ്പിംഗ് ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. എടാ സുപ്രിയ ഇറങ്ങിപ്പോവാൻ കാരണമേ അപ്പച്ചി അല്ലടാ. പിന്നെ ഇയാളാന്നോ? ഞാൻ തോന്നിയത് അവള് കുറച്ച് ദിവസം അവിടെ സമാധാനമായിട്ട് നിക്കട്ടെ. പിന്നെ അവളുടെ അച്ഛനെ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിടൂല. ഞാൻ പുറത്തുപോയ ചെറിയൊരു ഗ്യാപ്പിനിടയിൽ നീ ആ കൊച്ചിനെ ഇവിടെ പറഞ്ഞു വിട്ടല്ലേ? എന്നെ കൂടെ ഒന്നും പറയിക്കരുത് കേട്ടോ. സഹോദര ഉടനെ സുപ്രിയെ തിരിച്ചു വരുത്താനുള്ള എന്തോ ഐഡിയ പറഞ്ഞുതരാന്ന് വന്നിട്ട് കുറെ നേരം ആയല്ലോ. ഇത് കോഴി മുട്ടയിടുന്ന കണക്ക് ഐഡിയ ഒന്നും വരൂല. ഹായ് ഡാർലിംഗ്. ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം. അപ്പച്ചി എന്തോന്ന് കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ കലിപ്പാകാതെ എടാ, ഞാൻ ആ സുപ്രിയോട് ഞാൻ അപ്പുറത്തായിരുന്നോണ്ട് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവള് ചെയ്തില്ല. എങ്ങാണ്ട് സുപ്രിയം കൊണ്ട് മാനം നോക്കി നിന്നു. എന്നിട്ട് എന്താ കറി മൊത്തം കരിഞ്ഞു പോയി. എന്റെ ഇവിടെ ഒരാൾക്കാർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കറിയായിരിക്കും. പിന്നല്ലാതെ അതിൽ ഏറ്റവും രസം എന്നറിയാവോ, അവർക്ക് ഈ കഷ്ടപ്പാട് യാതൊരു പങ്കും ഇല്ലല്ലോ. ഞാനല്ല ഇവിടെ ഒറ്റ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് പോയിന്റ് അപ്പച്ചി, പോയിന്റ്. അമ്മ എന്തോടാ സുപ്രിയ എന്തി? എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എങ്ങനെ കാണും. അവിടെ നിന്ന് കാണുന്നില്ലല്ലോ അമ്മ. അപ്പൊ വീട്ടിൽ പോയി കാണൂ. അതിന് വീട്ടിൽ പോകുന്നത് അത് എനിക്കറിഞ്ഞൂടാ. അല്ലെ എന്താന്നല്ലേ കാര്യം? എനിക്കറിഞ്ഞൂടാ, ഞാൻ പറയൂല. അമ്മ എന്താന്നമ്മ കാര്യം? എടാ, നിന്റെ ഭാര്യയുടെ അടുത്ത് ഇവിടെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ചെയ്തില്ല. അപ്പൊ കറി അരിഞ്ഞു പോയി. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ എന്തുമാത്രം കഷ്ടപ്പെട്ട് അപ്പച്ചി ഉണ്ടാക്കിയ കറിയായിരിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചമ്മ? ഓ, എന്നിട്ട് എന്തോ സംഭവിക്കാൻ ഞാൻ ചെറുതായിട്ട് അവളെ ഒന്ന് ശകാരിച്ചു. അപ്പൊ അവള് ശബ്ദം ഉയർത്തി സംസാരിച്ചിരിക്കുന്നു. അപ്പം പിന്നെ ഞാൻ മറുപടി പറയണ്ടേ? അങ്ങനെ ചെറിയ വഴക്ക്, ഇച്ചിരി വലിയ വഴക്കായി, അത്രേ ഉള്ളൂ. അങ്ങനെ അവളെ പണങ്ങി വീട്ടിൽ പോയോ? അതെനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ നിന്നോണ്ട് ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എന്തായാലും വീട്ടിൽ പോയി. അമ്മ എന്താന്നമ്മ ഒരു ചെറിയ അബദ്ധം പറ്റിന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനമ്മച്ചി? എടാ നീ കേട്ടില്ലടാ, അപ്പച്ചി ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞപ്പോ അവളാണ് പ്രശ്നം വഷളാക്കിയെന്ന് പറഞ്ഞത്. നീ കൂടുതലൊന്നും പറയണ്ടടാ ചിബ. അവന്റെ കെട്ടിയോടെ സൈഡേ നിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞാലും അങ്ങനെയല്ലേ അമ്മച്ചി പറയുന്നത് എപ്പോഴും. കെട്ടുള്ള സൈഡ് നിൽക്കും. നീ അങ്ങനെ ചെയ്തിട്ടല്ലേ? അങ്ങനെ ഞാൻ എങ്ങനെ എപ്പോ ചെയ്തെന്ന് അമ്മ പറയുന്നത്? എപ്പോഴും അങ്ങനെയാ. ഞാൻ എപ്പോഴും നിൽക്കത്തൊന്നുമില്ല. ആണുങ്ങളായ നട്ടല് എനിക്ക് നട്ടല്ലേ അമ്മയുടെ താര് പറഞ്ഞു ഉണ്ട്. പക്ഷെ റബ്ബറാ. ഇങ്ങോട്ട് വളച്ച അങ്ങോട്ട് വളയും, ഇങ്ങോട്ട് വളച്ച ഇങ്ങോട്ട് വളയും. എന്തോ അതിന് വർത്താനം അമ്മ പറഞ്ഞത്? എങ്ങോട്ട് വളയുന്ന അമ്മ പറഞ്ഞേ? എടാ ചെറുക്ക വന്ന് ക്ലീൻ ആക്കണം. ഞാൻ എന്തിനാ ക്ലീൻ ആക്കുന്നത്? അമ്മ അവളെ വഴക്കുണ്ടാക്കി പറഞ്ഞിട്ടൊന്നും പോരാഞ്ഞിട്ട് അമ്മ അവളോട് എല്ലാം കുഴപ്പമുണ്ടായിരുന്നോ? അവള് കാരണമല്ലേ കരിഞ്ഞു പോയത്. കേട്ടിത്തരിഞ്ഞാ കേട്ടോ. ചുമ്മാ ക്ഷണ പറഞ്ഞു സമയത്ത് ഈ ഫുഡ് കിട്ടിയില്ലേ നോക്കിയോ നിന്നെ? പച്ചി എന്തോന്ന് പറ്റി ഒരു ഇപ്പൊ നീ ആരാ? ഞാൻ അവനെ പോലെയാണോ പറ്റി? അവനെ പോലെ അല്ലടാ. അവൻ ഭാര്യയെ ജോലിക്ക് വിടാതിരുന്ന് പുട്ടടിക്കുന്നു. നീ ഭാര്യയെ ജോലിക്ക് വിട്ടിട്ടിരുന്ന് ഫ്രീ ആയിട്ട് പുട്ടടിക്കുന്നു. അത്ര വ്യത്യാസം. മുത്തശ്ശി അറിഞ്ഞാ എന്താന്ന്? കുഞ്ഞമ്മയും അച്ഛമ്മയും കൂടെ പൊരിഞ്ഞ ആൾക്കായിരുന്നു. എന്തിന്? അച്ഛമ്മ കുഞ്ഞമ്മ എടുത്ത് പറഞ്ഞ അടുപ്പൊന്ന് ഓഫാക്കാൻ. അത് കുഞ്ഞമ്മ മറന്നുപോയി. അപ്പൊ കറി കഴിഞ്ഞു പോയി. ഇതാണ് പറയുന്നത്. അവരവർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം. വേറെ ആളിനെ ഏൽപ്പിച്ചാ ഇങ്ങനെ എല്ലാം കഴിഞ്ഞില്ലേ? അതും ശരിയാണ്. അച്ഛമ്മ വേറെന്തോ ജോലിയിലായിരുന്നു. അതാണ് കുഞ്ഞമ്മ എടുത്ത് ഏൽപ്പിച്ചത്. ഞാനേ 3-4 പണികൾ ഒരേ സമയം ചെയ്യുമായിരുന്നു. നീ എന്നെ കളിയാക്കാന്നുള്ള ചെറുക്ക? എന്റെ സുപ്രു നീ അങ്ങനൊന്നും പറയില്ലടി. എടി അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിനും എല്ലാം പറഞ്ഞായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഇനി വാ, നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം. ഹലോ എന്ത് കുഞ്ഞമ്മ പോയാ? ഓ എങ്ങോട്ട് പോയി? അവളുടെ വീട്ടിൽ പോയി. അല്ലാതെ അവിടെ പോയി ചെറുതായിട്ട് അടിയുണ്ടാക്കിയ ആരായാലും അവരെ വീട്ടിൽ പോകും. അത്രയ്ക്ക് വെറുപ്പിക്കുന്നില്ല. ഞാൻ പണ്ടൊരിക്കൽ അവളുമായിട്ട് അടിയുണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പോയി. മുത്തശ്ശിയല്ല അമ്മ. എന്നിട്ട് മുത്തശ്ശി പണങ്ങി വീട്ടിൽ പോയാ? അല്ല അങ്ങനെ അതാണ് അവളെ കഴിവ്. എന്ത് ചെയ്യാൻ അച്ഛമ്മ? ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞേ രണ്ടുപേരും എപ്പോഴും വഴക്കാ. അല്ല ഇനി ഒരിക്കലും തിരിച്ചു വരത്തെന്ന് പറഞ്ഞ ഞാൻ മാവന്ന് വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല അവള്. ഇല്ല, അവള് കുറച്ച് ദിവസം അവിടെ സമാധാനമായിട്ട് നിക്കട്ടെ. എന്റെ അച്ഛമ്മ അവളെ എങ്ങനെ അവിടെ സമാധാനമായിട്ട് നിർത്താൻ പറ്റൂല. പിന്നെ അവളുടെ അച്ഛനെ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിടൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. ചിറ്റപ്പം വിഷമിക്കാതെ കുഞ്ഞമ്മ നമുക്ക് വരുത്താം. എങ്ങനെ വരുത്താം? പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ ചിറ്റപ്പം. വാ, വഴി ഉണ്ടാക്കാം. ആ മാക്കു അങ്കിളും കാണുവേ നാട്ടുകാരത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെന്നാണ് എന്റെ ടെൻഷൻ. അങ്ങനെ എന്തോന്ന് പറഞ്ഞു നടക്കാൻ? അല്ല മരുമോളെ അപ്പച്ചി ഇറക്കി വിട്ടെന്നെങ്ങാനും. അതിന് ഞാനാണ് അവളെ ഇറക്കി വിട്ടത്. അവള് തന്നെ ഇറങ്ങി പോയതല്ലേ? അതെ, പക്ഷെ അപ്പച്ചിയായിട്ടുള്ള പ്രശ്നത്തിലാണല്ലോ അവൾ ഇറങ്ങി പോയത്. അത് ശരി, ഇപ്പൊ നീ കാല് വരുവാണ്? അല്ല അപ്പച്ചി, അയാൾ അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടാകുമോ എന്നൊരു ശങ്ക. അയാൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ എൻ്റെ മകൻ
സുമേഷ് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടാ ഇതിന്റെ പുറകെ ഞാനല്ല കുറ്റക്കാരി, നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനാ? നീ അങ്ങനെയാലും അപ്പച്ചിക്ക് നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. കൊള്ളാം. അല്ലാതെ അപ്പച്ചിക്ക് എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലേ. ഇനി അതേ കയറി പിടിക്കണ്ട, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഫ്ലോ ഒക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പച്ചി. പോയിരിക്ക അവിടുന്ന് ചുമ്മാ സെന്റി അടിച്ചോണ്ടിരിക്കുക. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ഞാൻ അവനെ എങ്ങനെയാണ് ബോധിപ്പിക്കേണ്ടത് അപ്പച്ചി പറ. ചേടാ നീ ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസുകാരനല്ലേ, തെളിവുണ്ടാക്കണം. തെളിവുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ശരി, ഞാൻ നോക്കട്ടെ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അപ്പച്ചി ദേഷ്യപ്പെടൂ? എന്ത്? അല്ല, അവൾ ഇറങ്ങി പോവാൻ തക്കതായി അപ്പച്ചി അവളെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? നീ മേടിക്കോട്ടാ എന്റെ ഓക്കെ മനസ്സിലായി. സുമേഷിനെ അപ്പച്ചിയുടെ സൈഡ് ആക്കുന്നവരെ ഞാൻ ഏറ്റു. പിന്നെ വേറൊരു കാര്യം, അവിടെ ചെന്നേച്ച് അവന്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോ ഞാനാ നിന്നെ പറഞ്ഞു വിട്ടേന്ന് മാത്രം എഴുന്നള്ളിച്ചേക്കരുത് എന്റെ പൊന്നു ശിവ. അത്രയ്ക്ക് മണ്ടനാണ് അപ്പച്ചി ഞാൻ? മണ്ടനാണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. നീ ചിലപ്പോ നിന്റെ വാ കൊണ്ട് ഡയറക്റ്റ് പറയല്ലായിരിക്കും, പക്ഷെ നിന്റെ പ്രവൃത്തികളിൽ കൂടെ ചിലപ്പം അവന് മനസ്സിലായെന്നിരിക്കും. ഇല്ല, അവൻ പോലും അറിയാതെ സുമേഷിനെ അപ്പച്ചിയുടെ സൈഡ് ആക്കുന്നവരെ ഞാൻ ഏറ്റു. ഈ പീസ് ശിവനേറ്റു. ചെല്ല് കാണാം, ചെയ്താ മതി. സെറ്റ് ചെയ്ത് തരും അപ്പച്ചി. സഹോദര, ഉടനെ സുപ്രിയെ തിരിച്ചു വരുത്താനുള്ള എന്തോ ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലേ? ഹലോ, ഇത് കോഴി മുട്ടയിടുന്ന ഐഡിയ ഒന്നും വരൂല, ഇത്തിരി സമയം എടുക്കും, അതാദ്യമേ മനസ്സിലാക്കും. ഇന്നത്തേക്ക് വല്ല ആവോ? ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചൊരു ബുദ്ധി കണ്ടുപിടിച്ചാനെ. ആലോചിച്ചൂടായിരുന്ന ഞാൻ പറഞ്ഞ ആലോചിക്കേണ്ടത്? എടാ നീ ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാ ശംഭു ഞാൻ ആലോചിക്കായിരുന്നത്. ഇതാണ് പറയുന്ന മടിയ മല നമുക്കൊന്നു. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? എന്നാ പിന്നെ ഞാൻ ആലോചിച്ചോളാം. ഐഡിയ കിട്ടി. നീ എന്തുകൊണ്ട് ആളെ വടിയാക്കുന്നു? ഇത്രയും നേരം നിനക്ക് ആലോചിക്കാൻ കിട്ടിയില്ലേ? ഇപ്പഴാണ് ഞാൻ ആലോചിച്ചപ്പോഴാണ് നിനക്ക് ഐഡിയ കിട്ടിയത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ പറ. അയ്യോ, അങ്ങനെ നിർബന്ധിച്ച് കേക്കണ്ട. ഞാൻ പറയാം. കുഞ്ഞമ്മയുടെ കണ്ണ് എപ്പോഴും ചിറ്റപ്പന്റെ മേളിൽ വേണമെന്ന് കുഞ്ഞമ്മയെ തോന്നിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയത്. അതേത് സന്ദർഭം? ഏത് സന്ദർഭം ആയിരിക്കും? ആലോചിച്ചോക്ക്. എന്നെ തട്ടിക്കൊണ്ട് പോകുന്ന തോന്നുന്ന രീതിയിലുള്ള സന്ദർഭമാണെങ്കിലോ? കഷ്ടം. ചിറ്റപ്പ കുഞ്ഞമ്മയ്ക്ക് സംശയരോഗം ഉണ്ടാക്കണം. സംശയരോഗം. ചിറ്റപ്പൻ കുഞ്ഞമ്മ ഇവിടെ ഇല്ലാത്തപ്പം വേറെ ആരെങ്കിലും വിളിച്ച് കിന്നരിക്കണമെന്നൊന്നും കുഞ്ഞമ്മയ്ക്ക് തോന്നിയാൽ മാത്രം മതി. എടാ അത് കയറിട്ട് പണി എവിടെ ഇറക്കാം ചുമ്മാ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞമ്മ ഇവിടെ കൊണ്ടുവരാൻ ഒരു ഐഡിയ അറിയുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അഥവാ തന്നെ കുഞ്ഞമ്മ ഇങ്ങോട്ട് വന്നാലും ചിറ്റപ്പൻ പറഞ്ഞ് സോൾവ് ആക്കിയാ പോരെ. അല്ലടാ ചമ്പ, ആ വിചാരം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഹായ് ഡിയർ എന്നൊരു മെസ്സേജ് കുഞ്ഞമ്മയ്ക്ക് അയക്കണം. നമ്പർ മാറി വന്നതാണെന്ന് കുഞ്ഞമ്മ വിചാരിച്ചോളൂ. കാരണം ചിറ്റപ്പൻ കുഞ്ഞമ്മയ്ക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയക്കത്തില്ലല്ലോ. എടാ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? ചിറ്റപ്പ ബ്രില്യൻസ്, ബുദ്ധി. അല്ല, ആ ബുദ്ധി എങ്ങനെ നമ്മൾ പറയും? അത് നമ്മൾക്ക് മെസ്സേജ് അയച്ചാ പോരെ. ഞാൻ പറഞ്ഞു. ഇല്ലടാ, ഇനി വന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തോ കാര്യം? നീ വാ. നീ ഇവിടെ പോണു? വലിയ ആൾക്കാർ സംസാരിക്കുന്നിടത്ത് അങ്ങ് കേൾക്കാൻ ഭയങ്കര ശുഷ്കാന്തി എന്നല്ലേ? അവിടെ ഇടാ വരുന്നോ? അവിടെ ഇരുന്നോ, ഇങ്ങോട്ട് അങ്ങനെ വന്നു പോലും. സുമേ, എന്തോന്ന് കാര്യം? എടാ സുപ്രി ഇറങ്ങിപ്പോവാൻ കാരണമേ അപ്പച്ചി അല്ലടാ. പിന്നെ ഇയാളാന്നോ? ഞാൻ തോന്നിയത്. അല്ല, അമ്മയല്ലെന്ന് ഇയാൾ ഉറപ്പിച്ചോണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പച്ചി അല്ലെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് ഞാനാവൂടാ ബ്ലഡി ഫൂൾ. അടാ ബ്ലഡി ഫൂൾ എന്നൊക്കെ വിളിച്ച് സൂക്ഷിച്ച് വിളിക്കണം കേട്ടാ. ഞാൻ എന്റെ കാര്യം നില്ലടാ അവിടെ. ഇവിടെ ഇരി, നീ കേട്ടിട്ട് പോയത്. നിനക്ക് ഇവിടെ എന്തോ പണിയിരിക്കുന്നു? എനിക്ക് സുപ്രീം തിരിച്ചു വിളിക്കണമെന്ന് ഇയാളെ പറഞ്ഞാൽ എനിക്ക് ഭാര്യ പിരിഞ്ഞ ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. അത് കൊള്ളാലോ, നല്ല ഡയലോഗ് ആണല്ലേ. എനിക്ക് എന്റെ ഭാര്യ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമമില്ലെന്ന് നിന്റെ ആര് പറഞ്ഞത്? അതാരെങ്കിലും പറയണോ? കണ്ടറിഞ്ഞൂടെ? ഇയാൾ അവളെ ഉണ്ടാക്കുന്ന പൈസ മാത്രം മതി ഇയാൾക്ക് പുട്ടടിച്ച് തിന്നാൻ. ചെറുക്ക അനാവശ്യം പറയരുത് കേട്ടാ. നീ ആരും പറയൂലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്ത്? ഞാൻ പല ദിവസങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ കരയാറുണ്ടോ? എടാ ഉള്ള കാര്യമാടാ, നീ വിശ്വസിക്കാൻ വിശ്വസിക്കും. ഞാൻ ഇനി കണ്ണെടുത്ത് വെച്ചു ഒരു ദിവസം കണ്ട്. ഇയാള് കരയുന്നുണ്ട് എന്തിനാന്നറിയാമോ? ചമ്പന്തിക്ക് ഉപ്പ് കൂടിയിട്ടുണ്ട് ഇയാൾ കരയും. അല്ലാതെ പൈങ്കിളി പിരിഞ്ഞിരിക്കുന്നതിന് എന്തായാലും ഇയാൾ കരയും. നീ പോടാ, നിന്നെ ബോധിപ്പിച്ചിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാൻ. എവിടെ പോണു? അല്ല ഇയാൾ പൊക്കോളാൻ പറഞ്ഞു. എടാ നില്ലടാ, പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. എന്നാ ഒന്ന് പറ. നിന്റെ ഭാര്യ സുപ്രിയ ഉണ്ടല്ലോ, അവൾ ആകെ പ്രശ്നക്കാരിയാണ്. ഇടാ അപ്പച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവളെ അപ്പച്ചി ഇൻസൾട്ട് ചെയ്യും. എന്നിട്ട് കണ്ണുരുട്ടി കാണിക്കും. ഒരു ദിവസം പിടിച്ച് തള്ളുകയും കൂടെ ചെയ്തു. ഇതൊക്കെ കേട്ടാ അപ്പച്ചി പ്രതികരിക്കായിരിക്കുമോ? പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവളങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതൊക്കെ എങ്ങനെയാ അപ്പച്ചിയുടെ കുറ്റമാകുന്നത്? നിനക്ക് ബുദ്ധിയുള്ള ചെറുക്കനാണല്ലോ, നീ ആലോചിച്ച് നോക്ക്. പിടിച്ച് എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത്? എന്തിനിങ്ങനെ നോണ പറയുന്നത്? എടാ നോണ അല്ല, അപ്പച്ചിയാണ് സത്യം. ഇതൊക്കെ എന്റെ ഒരു തെളിവുള്ള കാര്യങ്ങളാണ്. പറയുന്നത് കേട്ടിട്ട് പോടാ. എനിക്കതല്ലേ പണി. എന്തോന്നടി ഇത്?
ഞാൻ പുറത്തു പോയ ചെറിയൊരു ഗ്യാപ്പിനിടയിൽ നീ ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലേ? എന്നെ കൂടെ ഒന്നും പറയിക്കരുത് കേട്ടോ. സത്യമായിട്ട് ഇവിടെ എന്താ സംഭവം നടന്നെന്ന് ഞാൻ പറയട്ടെ. നീ നിങ്ങൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. നീ അവളെ വിളിക്കണം. എന്തിന്? എല്ലാം മറന്ന് തിരിച്ചു വരാൻ പറയണം. അല്ല പിന്നെ തോന്നിനാ? അതിനെ വേറെ ആളിനെ നോക്കണം. നിങ്ങൾക്കറിയോ അവൾക്ക് വായി തോന്നിയ പോലെയൊക്കെ എന്നെ അതൊന്നും പറഞ്ഞു വെച്ചാ പോയത്. പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നത്? എനിക്ക് പറ്റത്തില്ല. എടി ആ സുമേഷ് എന്തോന്ന് വിചാരിക്കുന്നേ? സുമേഷിനെ ശിവൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. എങ്ങനെ? അവന്റെ അമ്മ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്നും സുപ്രിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് ശിവൻ സുമേഷിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ഓഹോ, അപ്പൊ നീ അതിനും ആളെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അയ്യോ, ഞാൻ ഏർപ്പാടാക്കി വിട്ടതൊന്നുമല്ല. അവന്റെ അപ്പച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം തോന്നി സ്വയം പോയതാ. അയ്യോടാ, ഭയം പോയതാ. അങ്ങളെ സുമ എവിടെ അങ്ങളെ? അവിടെ എങ്ങാനും കാണും. നിനക്കിപ്പോ എന്തോ വേണം? എന്താണ് സിറ്റുവേഷൻ? അത്രക്ക് പന്തിയല്ലല്ല. ഇവിടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചല്ലേ? സംഭവിച്ചു. അതാണ് പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൊടി ഷിബു 1 മൈൽ അപ്പുറം തന്നെ മനസ്സിലാക്കി എടുക്കും. എന്താ അങ്ങളെ കാര്യം? എടാ എവള് ആ സുപ്രിയായിട്ട് 1, 2 ഒക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവള് വേണമെങ്കിൽ അവളെ വീട്ടിൽ പോയി. അശ്വ, അത് മോശമായി പോയല്ല. എന്ത് പറ്റിയമ്മ അത്? ഓ, ഇനി നിന്റെ ഒരു ഉപദേശത്തിന്റെ കുറവേ ഉണ്ടായിരുന്നല്ലോടാ ഷിബു. അയ്യമ്മ അതല്ല അമ്മ. പിന്നെ അമ്മയെ പോലെ ഇത്രക്ക് വിവരവും വിദ്യാഭ്യാസവും പക്വതയും പിന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞൊരു സ്ത്രീ ഇല്ലേ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ലട്ടാ. വിവരദോഷിയായിട്ടുള്ള പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് അമ്മ ഒരു മയത്തിലൊക്കെ അത് ഒതുക്കി തീർക്കാൻ നമുക്ക് പറ്റൂലേ? പിന്നെ ഈസി ആയിട്ട് പറ്റത്തില്ലേ? അയ്യോ, ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് എന്താ ഈ കേസിൽ പറ്റാത്തത്? എനിക്ക് അപ്പ അങ്ങനെ തോന്നിയില്ല. അയ്യോ, വിവരവും പക്വതയും ഇംഗ്ലീഷും മാത്രമുള്ളല്ലേ, കണ്ണിച്ചോരിയില്ല. ഷിബു, അമ്മ ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാൽ മതി. നീ പോടാ മരംകുത്തി. എന്നോട് എന്തിനാ ചൂടാവുന്നത്? നീ പോടേ. നിന്റെ കേസിലൊന്നും ഒതുങ്ങുന്ന ടീമല്ലത്. വിട്. അതിന്റെ ഐഡിയ ഒന്നും വേണ്ട. ചെല്ല്. എന്തോന്ന് സ്വഭാവോടി നിന്റത്. നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറയാതിരിക്കുന്ന നിങ്ങൾക്കും എനിക്ക് നല്ലത്. പറഞ്ഞേക്കാം. നീ മര്യാദയ്ക്ക് ഫോൺ എടുത്താ കൊച്ചിനെ വരാൻ പറ. എനിക്ക് നല്ല സൗകര്യമില്ല. ഊരല്ലേ എന്റെ സ്വഭാവം മാറുവേ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. എന്തോ ആയിക്കോട്ടെ. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എന്തോന്ന് കണ്ടിട്ടുണ്ട് നീ? നിങ്ങളുടെ സ്വഭാവം മാറി. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെ അതാണ് ഞാൻ ഇല്ലാത്ത. ഞാൻ 1 മിനിറ്റ് എങ്ങോട്ടെങ്കിലും ഇവിടെ നടക്കുക. അപ്പൊ മാറരുത് ഒരു വീട്ടിൽ. നിങ്ങൾ എവിടെ പോയതായിരുന്നു പറ. ചങ്ങണി ചേട്ടന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചത് അവിടെയല്ല പോയത്. നിങ്ങൾ എവിടെ പോയത്? പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടല്ല കാര്യം ഇവിടെ നടക്കുന്നത്. സുമ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇയാളൊന്നും പണയണ്ട. ഇയാൾക്ക് പൈങ്കിളി പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടില്ലേ ഇയാളിപ്പോ സുപ്രിയെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. പോണവർക്ക് അങ്ങനൊന്നും അല്ലടാ. ഒന്ന് ചുമ്മാ ഇരയുടെ ഒന്ന്. എനിക്ക് അവളെ നല്ലോണം അറിയാം. അവൾ അങ്ങനെ അമ്മ പിടിച്ച് തള്ളത്തൊന്നുമില്ല. നമുക്ക് എങ്ങനെ ആൾക്കാരെ അറിയാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ക്ഷമ നശിച്ച് കഴിയുമ്പോഴല്ലോ ഓരോരുത്തർ എങ്ങനെ പെരുമാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇയാളെ കണ്ടോ അവൾ അമ്മ പിടിച്ചത്? ഞാൻ കണ്ട്, എന്റെ കണ്ടുകൊണ്ടുണ്ട്. ചുമ്മാ അനാവശ്യം പറഞ്ഞത് കേട്ടോ. ചേട്ടാ, അനാവശ്യം അല്ലട, ഉള്ള കാര്യം പറഞ്ഞ. ഞാൻ സുപ്രിക്ക് മെസ്സേജ് കിട്ടും. എന്തിനാ അതിന്റെ ആവശ്യം ഒന്നും? ഹായ് ഡാർലിങ്. അയ്യാ, എടാ നാണമില്ലല്ലേടാ. സ്വന്തം അമ്മയെ പിടിച്ച് തള്ളി അറിഞ്ഞിട്ട് 1 മിനിറ്റ് തികഞ്ഞില്ലല്ലേ? എടേ ഞാൻ ഇത് അവളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നും ലയിക്കുന്നത്. പിന്നെ ശത്രുക്കളോടാണല്ലോ ഹായ് ഡാർലിങ് എന്ന് മെസ്സേജ് അയക്കുന്നത്. എടേ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള തന്ത്രമാണത്. ടെക്നിക്ക് വാളായിരുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്ന. ചുമ്മാ അനാശം പിടിച്ചു കേട്ടോ. ശല്യം. ശല്യം ആരാ ശല്യം? സുമേ, വരുന്നു ശല്യം. എന്താണ് സുമ ഇവിടെ ആകാമൊത്തം സീനാണോ? ഇതിനെ കൊണ്ട് വലിയ പ്രശ്നം വിളിച്ചോണ്ട് പോയിന്. എന്തോന്നറിയത്? ഒരു സ്വസ്ഥത കൊടുക്കാവന്. അതൊന്ന് പോയേ. അന്ന് ശ്വാസം വിടട്ടെ ഒന്ന്. ഓ, സാറ് ശ്വാസം കൊടുക്കാൻ വന്നായിരിക്കും. എന്നാ പിന്നെ കൊടു. കൊടുത്തോളാം. നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടും കേട്ടോ. കിട്ടുമ്പോ എന്നെ പിന്നെ ഒന്ന് കാണാനോ മരത്തുന്നത്. അല്ലെ നിങ്ങൾ ഒന്ന് പോയാലേ ഒന്ന്. ഞാൻ ഇപ്പൊ പോണ്. ഞാൻ ഇനി വരും. ആയിക്കോട്ടെ. വിട്ട് പോ. എന്താണ് അലീനായിട്ട് എന്താ സീൻ? സൂപ്പർ വിളിക്കുന്നു മിണ്ടല്ലേ. സൂപ്പർ പറയടാ. ഏത് മെസ്സേജ്? മൈ ഡാർലിങ്ങോ? അയ്യോ, അത് നിനക്കാണോ വന്നത്? അല്ലത് നിനക്ക് തന്നെ ഞാൻ അയച്ചത്. അല്ല, നിനക്ക് തന്നെ വന്നല്ലോ ഞാൻ ചോദിച്ചതാ. അയ്യോ, ഞാൻ വേറെ ആർക്കാ സൂപ്പറോ? നിനക്ക് തന്നെ അയച്ചതാ ചെരുപ്പ്. അല്ല, സത്യമായിട്ട് വന്ന്. അല്ല മോളെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു. നീ സത്യമായിട്ട് നിനക്ക് തന്നെ അയച്ചത്. അത് അങ്ങനല്ലത്. ഹലോ എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറാക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ ഓവറാക്കിയത്? പേടിക്കാനൊന്നുമില്ല. സുപ്രിയ അപ്പച്ചിയെ പിടിച്ച് തള്ളി എന്നും അത് ഞാൻ കണ്ടെന്ന് നോക്കി എനിക്ക് പറയേണ്ടി വന്നു. സംഗതിക്ക് ഒരു ബലം കിട്ടുന്നുണ്ട്. എടാ വൃത്തികെട്ടവനെ, അത് കുറച്ച് അധികമായി പോയില്ലേ എന്ന് പറഞ്ഞ അപ്പച്ചിയെ പാവമായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. അപ്പച്ചി, എന്തായാലും നീ ഓവറാക്കിക്കൊണ്ട് ആ സുമേഷ് ഒന്നും വിശ്വസിച്ച് കാണാൻ വഴിയില്ല. വിശ്വസിക്കും. നമ്മൾ നല്ല കട്ടയ്ക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവയെല്ലാം വിശ്വസിക്കും. എടാ, ഇനി അഥവാ അവൻ വിശ്വസിച്ചാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അടിയോടെ അടിയായിരിക്കത്തില്ലേ?
എന്തായാലും നീ ആവശ്യമില്ല നോണ പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പച്ചി പറഞ്ഞിട്ടല്ലേ അപ്പച്ചി ഞാൻ പോയത്? ഞാൻ നിന്നോട് പോയി കല്ല് വെച്ച് നോണ പറയാൻ പറഞ്ഞോ? എന്ത് വില കൊടുത്തും അപ്പച്ചി നിരപരാധിയാണെന്ന് സുമേഷിനെ ധരിപ്പിക്കാൻ പറഞ്ഞില്ലേ? അതിന് ഞാൻ കൊടുത്ത വിലയാണ് ഈ നോണ. ദൈവമേ, ഏത് നേരത്താണോ ഇവനെയൊക്കെ ഞാനൊക്കെ. സമയം അമ്മ ഞാൻ കേട്ടത് ശരിയാണോ? എന്താടാ? സുപ്രിയ അമ്മയെ പിടിച്ച് തള്ളിയായിരുന്നു. സുമേഷേ, അമ്മയ്ക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് പറയാനുണ്ട്. ആദ്യം ഇത് പറയാമ, എന്നിട്ട് മതി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നീ എന്തായിരുന്നു ചോദിച്ചത്? സുപ്രിയ അമ്മയെ പിടിച്ച് തള്ളിയായിരുന്നോന്ന്. സുപ്രിയ എന്നെ പിടിച്ച് തള്ളിയോന്ന് ചോദിച്ചാൽ തള്ളിയില്ല. എന്നാ തള്ളിയില്ലെന്ന് ചോദിച്ചാലും തള്ളിയില്ല. അപ്പച്ചി എടാ സുമേഷ്, ഒരു ദുർബല നിമിഷത്തിൽ അവൻ ഒരു ചെറിയ നുണ പറഞ്ഞതാ. ദൈവത്തെ ഓർത്ത് ഇനി അതും പറഞ്ഞു സുപ്രിയ നിങ്ങളുടെ ഇവിടെ കിടന്ന് കാലകാലത്തോളം അടി ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് ശരി, ഇപ്പൊ അപ്പച്ചി നൈസായിട്ടാൻ കൈ ഒഴിഞ്ഞല്ലേ? ഇപ്പൊ അപ്പച്ചി പുണ്യാളത്തി. നിനക്കറിയാമോ സുമേഷേ, സുപ്രിയെ മോശക്കാരിയാക്കിയിട്ട് അപ്പച്ചിയെ ന്യായീകരിക്കാൻ എന്നെ പറഞ്ഞു വിട്ടത് അപ്പച്ചിയാണടാ, അച്ഛനാണ് സത്യം. അമ്മ എടാ മോനെ, അതെ എല്ലാരും കണക്കന്നെ, എല്ലാരും കണക്ക്. ചതിക്ക് ചതി, വഞ്ചനയ്ക്ക് വഞ്ചന. അങ്കിളെ, പെങ്ങളെ തിരിച്ചു വരാൻ വേണ്ടിട്ട് സുമ ചെയ്ത ഐഡിയ കേൾക്കണം. സുബയുടെ ഐഡിയാണാ? ആ, എന്നാ നിന്റെ പെങ്ങൾ ഈ അടുത്തൊന്നും തിരിച്ചു വരൂല. ഇല്ലെങ്കിൽ ഇത് കിട്ടുന്ന ഐഡിയ ആണ്. ഹലോ ഡാർലിംഗ് എന്നും പറഞ്ഞ് സുമ പെങ്ങൾക്ക് ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു. എന്നിട്ട് മെസ്സേജ് മാറിപ്പോയല്ലോ അങ്ങോട്ട് അഭിനയിച്ച്. അയ്യേ, ഇതെന്തൊരു ഊള ഐഡിയടാ. അങ്കിളെ, പെങ്ങൾക്ക് അപ്പൊ ഒരു സംശയം തോന്നൂലേ ഈ മെസ്സേജ് കാണുമ്പോ? അപ്പൊ രണ്ടിലൊന്നും അറിയാൻ വേണ്ടിട്ട് പെങ്ങൾ ഓടിങ്ങാട് വരും. അതാണ് സുമയുടെ ഐഡിയ. ഹലോ ശിബുണ്ണ, ഇത് ചിറ്റപ്പന്റെ ഐഡിയ ഒന്നും അല്ല. പിന്നെ ഇത് എവിടെ നിന്ന് വന്നേന്ന് അറിയാമോ? ഇവിടെ നിന്ന്. ഏട്ടാ ശംഭുവോനെ, നീ ആള് കൊള്ളാലോ നീ. പിന്നെ അല്ലാതെ. അല്ല, ചിറ്റപ്പനൊന്നും പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. അത് മോശമായിപ്പോയി. നോയിക്കോ, ഞാൻ ഇനി ജന്മത്തെ ചിറ്റപ്പന ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കൂല. ക്രെഡിറ്റ് തരൂല ശിബുണ്ണ, ക്രെഡിറ്റ് തരൂല. ഒരു പൊടിക്കൊതുങ്ങ്. ഉള്ളത് പറഞ്ഞാലേ ഇത് അത്ര സൂപ്പർ ഐഡിയ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്കിളിന് ബുദ്ധിയില്ലാണ്ടാണ്. അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്കിളിന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്കിളിന് വക്ര ബുദ്ധി ഇല്ലല്ലോ. അങ്കിളൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ആണ്. എനിക്ക് ഈ വളഞ്ഞ ബുദ്ധിയൊന്നും തീരെ ഇഷ്ടമല്ലല്ലോ. ഞാൻ നേരെ പോകത്തുള്ള ഒരാളാണല്ലോ. കേട്ടല്ലോ? പെങ്ങള് തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സൂപ്പറാണെന്ന് മനസ്സിലായ? ബുദ്ധിയാ? എന്തോന്ന് ബുദ്ധി? അതൊന്നുമില്ല കുഞ്ഞമ്മ, എനിക്ക് ബുദ്ധി കൂടുതലാണെന്ന് ഇവര് പറയാ. അച്ഛാ, സുമയുടെ സുമ അപ്പുറത്തോണ്ട് പോളെ. അതെ, അപ്പുറത്തെ എവിടെയുണ്ട്. കുറെ നേരമായിട്ട് ഒരാളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നല്ല കളിയും തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുക. അതെ കുഞ്ഞമ്മ പോയതിനു ശേഷം ചിറ്റപ്പന് ഭയങ്കര സന്തോഷമാണ്. എന്താണോ എനിക്കറിഞ്ഞൂടാ. അവന്റെ ഒരു സന്തോഷം അവൻ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. മോളെ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തോന്നാണ് അങ്ങളിത്? ഈ വീട്ടിൽ നിന്ന് ഒരാൾ പിണങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ പാടാ അവിടുന്ന്. മോളെ, നീ ഒന്ന് പറ. ഒന്നുമില്ലല്ലേ കുഞ്ഞമ്മ വേഗം ചെന്ന് ചിറ്റപ്പനെ കാണാൻ നോക്ക്. ഞാൻ പോയി കാണട്ടെ. അതന്നെ നോക്കടാ. നിന്റെയൊക്കെ വളഞ്ഞ ബുദ്ധി കാരണം അവസാനം രണ്ടും കൂടെ അടിച്ച് പിരിയോടെ. ബുദ്ധിക്കാരൻ പറഞ്ഞു കൊടുക്ക്. ഇത്ര നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബുദ്ധി ഒറ്റ നിമിഷം കൊണ്ട് പൊളിക്കാൻ നോക്കുന്ന. പൊളിക്കാൻ നോക്കുന്ന അത് പൊളിയായിരുന്നോ? നോക്കിയോ, കൊള്ളാം. ഇവിടെ ചമ്പൂര് നീ ഒരു കില്ലാടിയാണ് ട്ടാ. എന്റെ ഒപ്പം നടന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ? കൊള്ളാ നീ. അത് ശരി, അപ്പൊ നീയാണ് അവനെ ചീത്താക്കുന്നല്ലേ? നല്ല വഴി കൂടെ അല്ലേ കൊണ്ടുപോകുന്നത്? നല്ല വഴി കൂടെ. നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നത്. അതെ. നീ വാ, നിനക്ക് ഇനിയും കുറെ കാര്യം ഞാൻ പഠിപ്പിച്ചു തരും. നീ ഒരു കില്ലാടി തന്നെ. സൂക്ഷിച്ചു പോണേടേ. സുമേഷേ, എടാ നിനക്ക് എന്റെ അടുത്ത് വൈരാഗ്യം വല്ലതും തോന്നിയാലോ ഓർത്താടാ ഞാൻ ശിവനെ പറഞ്ഞു വിട്ടത്. എനിക്ക് എന്തിനാ അമ്മയുടെ അടുത്ത് വൈരാഗ്യം തോന്നുന്നത്? നിന്റെ ഭാര്യ എന്റെ അടുത്ത് വഴക്കിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. അത് പിന്നെ മനുഷ്യന്മാരാകുമ്പോ വഴക്കിടും ഇറങ്ങി പോകുന്ന പലതും ചെയ്തില്ലേ? അപ്പൊ നിനക്ക് എന്റെ ദേഷ്യമൊന്നുമില്ലേ? അതിന് ദേഷ്യമൊന്നുമില്ല. പക്ഷേ സുപ്രിയ കരിവാരി തേക്കാൻ വേണ്ടി ആളെ പറഞ്ഞു വിട്ടതിന് ദേഷ്യമുണ്ട്. അതൊരു മാതിരി ചീപ്പ് പരിപാടിയായി. എന്റെ പൊന്നു സുമേഷ, ഞാൻ അവളെ കരിവാരി തേക്കണമെന്നൊന്നും പറഞ്ഞു വിട്ടൊന്നുമില്ല. എന്നെ ജസ്റ്റ് ഒരു പുണ്യാളത്തി ആക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞോളൂ അമ്മ, അത്രേ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. അത് നല്ല പറച്ചിലായിപ്പോയത്. എടാ, കേട്ട പാതി കേൾക്കാത്ത പാതി ശിവൻ നിന്റെ അടുത്ത് ഓടി വന്നേച്ച് സുപ്രിയ എന്നെ തള്ളിയിട്ടെന്നൊക്കെ പറയുന്നു ഞാൻ അറിഞ്ഞോ? അമ്മ, അങ്ങനെ ഇതുവരെ എന്തെങ്കിലും മര്യാദ കേട്ടിട്ടുണ്ടോ? പറ്റിപ്പോയടാ സുമേഷ്. അമ്മയുടെ തക്കിടുമ്പോ അതങ്ങ് മറന്നു കളഞ്ഞേര്. ക്ഷമിച്ചു കളാ. മോള് വന്നോ? എന്താ വരണ്ടായിരുന്നാ? അതെന്താടി സുപ്രിയ നീ അങ്ങനെ പറയുന്നേ? ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഐ എം വെരി സോറി. നീ അത് വിട്ടുകളാ. എനിക്ക് അവന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താടി സുപ്രിയ, ഞാൻ സോറി പറഞ്ഞിട്ട് പോലും നീ ഒന്ന് അക്നോളജ് ചെയ്യാത്ത? ശരിക്കും പറഞ്ഞാ എനിക്ക് നിന്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളാ ചെറിയ കാര്യം ഊതി പെരുപ്പിച്ച് ചാടി ഇറങ്ങി പോയത്. അമ്മ, എടാ, ഞാൻ ഇവിടെ അമ്മായിമ്മയായ ഞാൻ ഇത്രയും താഴ്മയായിട്ട് സോറി പറഞ്ഞപ്പോ അവിടെ ഒരു ജാട കണ്ടില്ലേ? എന്റെ അമ്മ, എനിക്കൊരു ജാടയില്ല, എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. അമ്മ അത് വിട്ടുകളാ. പക്ഷേ ഇവൻ
ഇവൻ ഡാർലിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ആർക്കാന്ന് എനിക്ക് അറിയണം. ഡാർലിംഗ് എന്നാ? എടി അതെ, അത് ഞാനേ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇറക്കിയ ഒരു നമ്പർ ആയിരുന്നടി. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇറക്കിയ ഒരു നമ്പർ. നീ ചുമ്മാ കിടന്ന് ഉരുളാൻ നിക്കല്ലേ സുമേ? ആർക്കാടാ നീ ഡാർലിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേ? എടി സത്യാണ്ട് സുപ്രു, എനിക്ക് നീ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നീ ഉടനെ ഇവിടെ തിരിച്ചു വരുന്നു ശംഭു എന്റെ അടുത്ത് പറഞ്ഞടി. സുമേ സത്യം പറ. എന്റെ സുപ്രു, ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാലേ, സത്യമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചൊരു കാര്യം നീ എന്തായാലും മനസ്സിലാക്കാത്തെ? സുമേ, നീ ഇനി മേടിക്ക് മനസ്സിലാക്കാത്ത എന്താ? അമ്മ